ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നു, ദുബായിലൊക്കെ പോയി തിരിച്ചിപ്പോൾ ലണ്ടനിലെത്തി. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ദുബായിലൊക്കെ പോയി തിരിച്ചപ്പോൾ ഇതാ ലണ്ടനിലെത്തി. അപ്പോൾ ഇന്ന് ഇപ്പോൾ എത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇന്ന് April 24 ആണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. മാരേജ് കഴിഞ്ഞിട്ട് 5 year ആയി. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി നിഷ. താങ്ക് യു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. വാട്ട് ഈസ് ദിസ്? പുറത്തുനിന്നാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് നാട്ടിൽ പോയപ്പോൾ ഉമ്മ കോയട, പൊന്നാനി സ്പെഷ്യൽ കോയട, അതുപോലെ തന്നെ കടലുണ്ട, ഉമ്മൻ്റെ സ്പെഷ്യൽ കടലുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ടിട്ട്. ഇതാ കടലുണ്ടൊക്കെ തീർന്നു കേട്ടോ. ഇത് ഫുള്ളുണ്ടായിരുന്നു, പിന്നെ വേറൊരു പാത്രത്തിലും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട്. പിന്നെ ഇതാ കോയട. പിന്നെ ഇതാ നമ്മൾ ദുബായിൽ നിന്ന് വരുന്ന ടൈമിൽ ഒമാൻ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ. പിന്നെ ചീസ് ബോള്. ഇവിടെ ആകെ മെസ്സായി കിടക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ടാവും, മെയിൻ്റെയൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഉണ്ട് നമ്മളിന്ന് കഴിച്ചത്. പിന്നെ ഇതാ ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, കടലക്കറി ഉണ്ടാക്കാൻ വൈകിട്ടത്തേക്ക്. സത്യം പറഞ്ഞത് രാവിലെ കഴിക്കാൻ വെച്ച് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഇതാ ഈ ഒരു സൈഡ് കണ്ടോ, നമ്മൾ എന്താ പറയുക, ഇതൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇത് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വാൾപേപ്പർ ഇതാ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് 2 എണ്ണമായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്തോ മിസ്റ്റേക്ക് പറ്റി വന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വാളിൽ വെക്കാനുള്ളതാണ്. ഇതൊരു ചെറിയൊരു സ്റ്റുഡിയോ ആണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വരുന്നുള്ളൂ. നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയ ഒരു ടൈമിലാണ് നമ്മൾ നാട്ടിൽ പോയത്. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇനി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട്, ഒതുക്കി അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. കുറേ വേസ്റ്റൊക്കെ കളയാനുണ്ട് കേട്ടോ, കാർഡ്ബോർഡ് പെട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഫുഡോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വാലന്റൈൻസ് പാർക്ക് ഉണ്ട്, അവിടെ പോകണം. പിന്നെ നമ്മൾ എന്താ പറയുക, സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആവേശം. അതും കാണാൻ വേണ്ടി പോകണം. പിന്നെന്താ, പിന്നെ എനിക്ക് ചെറിയൊരു പനി കഫക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫാർമസി പോയിട്ട് മെഡിസിൻ വാങ്ങണം. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മെഡിസിനും പോയി വാങ്ങണം. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. കുറേ അപ്പോൾ ഒന്ന് കയറി വരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇതാ നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് ഭയങ്കര സ്പൈസി ഉണ്ട് നൂഡിൽസ്. ഞാൻ കാണിച്ചു കൊടുത്തു, നല്ല സൂപ്പർ നൂഡിൽസാണ്. അപ്പോൾ ഇതാ നൂഡിൽസൊക്കെ ഉണ്ടാക്കി നൂഡിൽസ് കഴിക്കുകയാണ്. നല്ല ചൂട് നൂഡിൽസ് ആയിരുന്നു. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങി. ഞാൻ ഓൾറെഡി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർക്കിൽ പോകണമെന്ന്, പക്ഷെ അത് ക്യാൻസലാക്കി. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാർക്ക് വരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും പോവാം, കാരണം നമുക്ക് ഫാർമസിയിലും പോകണം. പിന്നെ അത് കഴിഞ്ഞ് മൂവിക്ക് പോയി വരുമ്പോഴത്തേന് ടൈം കിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയല്ലോ. എപ്പോഴും ഇറങ്ങുമ്പോൾ ലേറ്റ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും പോവാമെന്ന് വിചാരിച്ചു. പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിലാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. എന്ത് താഴെ ചവിട്ടല്ലേ?
ആർക്കും ഇഷ്ടമല്ലല്ലോ ജാക്കറ്റ്. ആദ്യം നമ്മൾ പോകുന്നത് ഫാർമസിയിലേക്കല്ല പോകുന്ന, മെഡിസിൻ വാങ്ങണ്ടേ. ആദ്യം നമ്മൾ പോകുന്ന മെഡിസിൻ വാങ്ങാനാണ്. എന്താ അറിയോ, നമ്മൾ നാട്ടിൽ പോയി കുറച്ച് നിന്ന് പിന്നെ ദുബായിലും അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആവല്ലേ. ക്ലൈമറ്റ് അല്ല, നാട്ടില് ഭയങ്കര ചൂടായിരുന്നു. ദുബൈയില് ഓക്കെ വെള്ളപ്പൊക്കം, മീഡിയം ക്ലൈമറ്റ് അല്ലേ, മീഡിയം ചൂട്, ഇവിടെ തണുപ്പ്. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ പഴയ തണുപ്പില്ല, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ തണുപ്പില്ല. ഇല്ല. പിന്നെ നമ്മൾ റൂം എടുത്തപ്പോൾ അവിടുത്തെ AC നേരെ ബെഡിൻ്റെ സൈഡിലേക്കായിരുന്നു. അപ്പം എൻ്റെ തലക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. എനിക്കൊന്ന് അതുകൊണ്ടാവണം എനിക്ക് കഫക്കെട്ടും പനിയൊക്കെ വരാൻ കാരണം അതാ തോന്നുന്നു. അപ്പോൾ നമ്മൾ ബസ് കയറി. ഇവിടെ നമുക്ക് അങ്ങനെ കാറിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നമ്മൾ കൂടുതലും ട്രെയിനും ബസ്സും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പോൾ ഇടവിട്ടിട്ടായിരിക്കും സ്റ്റോപ്പും കാര്യങ്ങളും വരുന്നത്. പിന്നെ നല്ല ക്ലൈമറ്റാണ്, നമുക്ക് കാറിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. ഔട്ടറിലാവുമ്പോൾ നമുക്ക് കാറ് നിർബന്ധമാണ്. ഇപ്പോൾ ഓരോ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേൾക്കും, നമ്മുടെ തന്നെ ഔട്ടറായതുകൊണ്ട് കാറില്ലാണ്ട് പറ്റില്ല. കാരണം ട്രെയിനും ബസ്സൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട് വരാനൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നറിലായതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൂടുതലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ട്രാവൽ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോപ്പിലിറങ്ങി ഇനി നമ്മൾ നടക്കുകയാണ് കേട്ടോ. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നടക്കണം. അവിടെയാണ് കേട്ടോ നമ്മുടെ ഫാർമസി വരുന്നത്. പിന്നെ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പാർക്കിൽ പോവുകയാണെങ്കിൽ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാർമസി. അപ്പോൾ നമ്മൾ ഫാർമസിയിൽ പോയപ്പോൾ അവിടെ കോവിഡ് വാക്സിൻ എടുക്കുന്നുണ്ട് പ്രായമായ ആളുകൾക്ക്. അപ്പോൾ ഇപ്പം നല്ല തിരക്കാം. നമ്മൾ വിചാരിച്ച് പോയിട്ട് വരാം. നമ്മൾ 3:30 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ മൂവിക്ക്. ഇപ്പം തന്നെ 3 മണിയായി. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അതേ ഫാർമസി 8 മണി വരെ ഉണ്ട്. നമ്മൾ ഫാർമസിയിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ നമുക്കൊരു ബസ് മിസ്സായി. പിന്നെ 2-3 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ടോ. പെട്ടെന്ന് തന്നെ വണ്ടി ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. എനിക്ക് ക്രോസ് ചെയ്യാൻ നേരത്ത് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. പിന്നെ നമ്മൾ മൂവി കാണാൻ പോകാൻ കാരണം നമ്മളൊരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അൺലിമിറ്റഡ് കാർഡ് കേട്ടോ, മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാർഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇൽഫോർഡുള്ള തിയേറ്ററിലാണ് കേട്ടോ മൂവി കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.